നമസ്കാരം. നമ്മൾ RMUP വയക്കാലിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. എൻ്റെ പേര് ഫഹദ് സർ. എൻ്റെ പേര് സാവനീസ്. എൻ്റെ പേര് മാളവിക. സ്കൂൾ ഇന്നോവേഷൻ മാരത്തോണിനായി നമ്മൾ പ്രൊജക്ടിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഡിജിറ്റൽ പരിവർത്തനം നാളേക്കായി എന്ന ആശയമാണ് നമ്മൾ പ്രൊജക്ടിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഭൂമി അനുഭവിക്കുന്ന ഒരു വലിയ വേദനയാണ് ഈ കൃഷിക്ഷാമം എന്നത്. അത് നമുക്ക് പല ദുരന്തങ്ങളിലും ഉണ്ടാകും, ഉരുൾപൊട്ടലിലും ഉണ്ടാകും. അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ഒരു വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ വയനാട്ടിലെ ഉരുൾപൊട്ടലാണ്. ആ ഉരുൾപൊട്ടലിലൂടെ എത്ര കൃഷിപ്പാടങ്ങളാണ് പൊളിഞ്ഞു പോയത്. അപ്പോൾ നമുക്ക് ഈ കൃഷി രീതികൾ, ഈ ഭൂമിയുടെ കൃഷി രീതികൾ ചൊവ്വയിൽ വികസിപ്പിച്ചെടുക്കാൻ കഴിയുമോ എന്ന് നമുക്കൊരു പരീക്ഷണം ചെയ്ത് നോക്കാം. അവിടുത്തെ മണ്ണും അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ ജലസമൃദ്ധമൊക്കെ നമുക്ക് ഈ കൃഷിക്ക് വേണ്ടി അനുയോജ്യമാകോ, ഭൂമിക്ക് കൃഷിക്ക് വേണ്ടി അനുയോജ്യമാകോ എന്ന് നമുക്ക് ഈ പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാം. ധാതുപദാർത്ഥങ്ങളാൽ നിർമ്മിതമാണ് ചൊവ്വയുടെ മണ്ണ്. ഇതെല്ലാം കണ്ടെത്തുന്നതിനായി 2020 ESA കമ്പനി എക്സോമാർസ് എന്ന ഉപഗ്രഹത്തെ വിക്ഷേപിച്ചു. അതിൻ്റെ എല്ലാം പ്രവർത്തനങ്ങളുടെ ഫലമായി ചൊവ്വയിൽ അണുവിമുക്തമായ മണ്ണ് ഉണ്ടെന്ന് കണ്ടെത്തി. കൂടാതെ ഈ ഇടയ്ക്ക് ജലാംശമുണ്ടെന്നും കണ്ടെത്തിയിരിക്കുന്നു. ഭൂമിയെ പോലെ സസ്യജാലങ്ങളും ജന്തുജാലങ്ങളും ചൊവ്വയിലും വളർത്തിയെടുക്കാം. പണ്ട് ഭൂമിയിൽ പോലെ ചൊവ്വയും അന്തരീക്ഷ ഘടനയും സമുദ്രങ്ങളും ഉണ്ടായിരുന്നു എന്ന കാലങ്ങളും പഠനങ്ങളും തെളിയിച്ചു. സജീവമല്ലാത്ത കാലാവസ്ഥയിൽ പോലും അവിടെ എങ്ങനെയെല്ലാം നമുക്ക് സസ്യജാലങ്ങളും ജന്തുജാലങ്ങളും വളർത്തിയെടുക്കാം എന്ന് ഈ പഠനത്തിലൂടെ നമുക്ക് ഓർമ്മിക്കാം. ചൊവ്വയിൽ ധാരാളമായി ഇരുമ്പ് ഓക്സൈഡ് അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ചൊവ്വ ചുമന്നിരിക്കുന്നത്. സസ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ചൊവ്വയിൽ നിശ്ചിത അളവിലാണ് ഉള്ളത്. അതിനനുകൂലമായി ചൊവ്വയിൽ എങ്ങനെ കൃഷി ചെയ്യാമെന്നുള്ള പഠനമാണ് നാം ഇവിടെ ചെയ്യാൻ പോകുന്നത്. മനുഷ്യർക്ക് ഈ പ്രവർത്തനം ഒരു മുതൽക്കൂട്ടായി മാറും. ഇതിനെല്ലാം നമുക്ക് ഒരുമിക്കാം.